ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മളെന്ത് വിചാരിക്കുക, ഇവരെന്തോ ചോക്ലേറ്റ് കേക്കോ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ സ്ലൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അല്ല, ഇത് ടൈലില്ലേ നമ്മൾ ഈ റൂഫിലൊക്കെ ഇങ്ങനെ വളച്ച് കിടക്കുന്ന ടൈലില്ലേ, അതുണ്ടാക്കുക. നമുക്കിതിൻ്റെ പ്രോസസ്സ് ഒന്ന് നോക്കാം. ആദ്യം ഇത് നല്ല ചളീൻ്റെ സോളിഡ് ആയിട്ടുള്ള നല്ലൊരു ബ്ലോക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു മതിൽ പോലെ ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു മെറ്റൽ വയർ വെച്ചിട്ട് ഒരു സ്ലൈസ് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കും. എന്നിട്ട് അതെടുത്തിട്ട് ഇതുപോലത്തെ ഒരു പോട്ട് അതിനെ ചുറ്റും ഇങ്ങനെ പറ്റിപ്പിച്ച് പിടിപ്പിക്കും. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തോന്നും ഇതേപോലത്തെ ഒരു പാത്രം ഉണ്ടാക്കിയിരിക്കില്ല ചെയ്യുന്നത്. അല്ല, ഇയാളിങ്ങനെ ചളിയിൽ ഇങ്ങനെ അടിച്ച് കളിച്ച് ഇങ്ങനെ കൂടുതൽ പറ്റിപ്പിച്ച് അതിൻ്റെ ചുറ്റുപോകെ ഇങ്ങനെ സ്മൂത്താക്കി മൊത്തത്തിൽ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊട്ടി വേണ്ട വരകളൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ ആ ഒരു തിക്നെസ് ഇല്ലേ എല്ലായിടത്തും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ചില പ്രയോഗങ്ങളാണ് അതൊക്കെ. എന്നിട്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് പിന്നെ ഈ വര ഉണ്ടാക്കണതിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇത് റൂഫ് ടൈലല്ലേ, അപ്പോൾ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകാനുള്ള സൗകര്യത്തിൽ കൂടിയാണ്. ചിലരിത് ചെയ്യില്ല, അല്ലാത്തവർ അല്ലെങ്കിൽ വെള്ളം പോകുമല്ലോ, അങ്ങനെ സ്ലീക്കാക്കി ഉണ്ടാക്കും. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നേരെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്, സാധനം റെഡിയാണ്. അവരതിനെ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അത് പ്രകാരം അതിന് ഓരോ പോട്ടിനെയും 4 ടൈലാക്കിയിട്ട് ഇങ്ങെടുക്കും. ഇത് നമ്മൾ സാധാരണ ഇപ്പോഴും കാണണമല്ലേ, പല സ്ഥലത്തും ഇത്തരം ടൈലുകളുണ്ട്. റൂഫിൻ്റെ മുകളിൽ വെക്കുന്ന ഓടും. ഇത് കുറേ കാലം നിൽക്കും അല്ലേ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. എങ്ങനെയാണ് ഈ റൂഫ് ടൈൽ ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ ലൈവായിട്ട് കണ്ടു അല്ലേ.